മിനർവയുടെ HSA ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ ഗതാഗതത്തെ കുറിച്ചാണ്. അതിൽ വ്യോമഗതാഗതവും ജലഗതാഗതവും അതുപോലെ തന്നെ റോഡ് മാർഗമുള്ള ഗതാഗതത്തെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് റോഡ് മാർഗമുള്ള ഗതാഗതത്തെ കുറിച്ചാണ്. റോഡ് മാർഗമുള്ള ഗതാഗതത്തെ കുറിച്ച് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യയുടെ വടക്ക്, ഇന്ത്യയുടെ തെക്ക്, കിഴക്കും പടിഞ്ഞാറ്, ഈ കാണുന്ന 4 വശങ്ങളെ പരസ്പരം യോജിപ്പിക്കണം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയപാത ഏതെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയപാതയാണ് NH-44. അപ്പോൾ ഈ റോഡിന്റെ പഴയ പേരായിരുന്നു NH-7. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കന്യാകുമാരിയിൽ നിന്ന് ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വന്ന് വാരണാസിയിലൂടെ ഈ റോഡ് ഇവിടെ എത്തും, ശ്രീനഗറിൽ എത്തിച്ചേരും. അപ്പൊ ശ്രീനഗറിലേക്ക് എത്തുമ്പോൾ ഈ റോഡ് ആദ്യ കാലഘട്ടത്തിൽ NH-7 എന്നായിരുന്നു അറിയപ്പെട്ടത്. അന്ന് ഈ റോഡ് ഉണ്ടായിരുന്നത് കന്യാകുമാരി മുതൽ വാരണാസി വരെയായിരുന്നു. 1998 കാലഘട്ടത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി ആണ് ഈ റോഡിനെ ഇന്ത്യയുടെ വടക്കേ അറ്റത്തെയും തെക്കേ അറ്റത്തെയും കൂട്ടിയോജിപ്പിച്ച് വടക്ക് തെക്കിടനാഴി, നോർത്ത് സൗത്ത് കോറിഡോർ എന്നൊരാശയം മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും പരസ്പരം യോജിപ്പിക്കണം. അത് നമ്മുടെ ആസാം, ഇത് ഗുജറാത്താണ്. ഈ ആസാമിൽ ആ സ്ഥലത്തിന്റെ പേരാണ് സിൽചർ എന്ന് പറഞ്ഞ സ്ഥലം. അതിനെയും ഇവിടെ പോർബന്ദറിനെയും തമ്മിൽ പരസ്പരം എന്ത് ചെയ്യണം, യോജിപ്പിക്കണം. അങ്ങനെ റോഡ് വരയ്ക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എന്നറിയപ്പെടും. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയുടെ നമ്പറാണ് NH-27 എന്നറിയപ്പെടുക. അപ്പൊ ഇന്ത്യയുടെ വടക്ക് തെക്കിടനാഴി എന്നറിയപ്പെടുന്ന റോഡിന്റെ നമ്പർ NH-44ഉം ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എന്നറിയപ്പെടുന്ന ദേശീയപാതയുടെ നമ്പർ NH-27 എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുവാണ്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയപാത, അങ്ങനെ ചോദ്യമാണ് കേൾക്കുന്നതെങ്കിൽ കുട്ടി മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം 1526 ഇതാണ് ബാബർ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത്. ആ ബാബറിന് ഒരു മകനുണ്ടായിരുന്നു, ഹുമയൂൺ. ആ ഹുമയൂണിനെ പരാജയപ്പെടുത്തി ഷെർഷാ സൂരി എന്ന വ്യക്തി അധികാരത്തിലായി. ആ വ്യക്തി അഫ്ഗാന് തലസ്ഥാനമാകുന്ന കാബൂൾ, ഇത് മുഴുവൻ ആ കാലഘട്ടത്തിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ്. ആ കാലഘട്ടത്തിൽ അഫ്ഗാന് തലസ്ഥാനമാകുന്ന കാബൂളിൽ നിന്നും പാകിസ്ഥാൻ ഇസ്ലാമാബാദൊക്കെ പാകിസ്ഥാന് സാംസ്കാരിക തലസ്ഥാനമാകുന്ന ലാഹോറിൽ വന്ന്, ലാഹോറിൽ നിന്ന് അമൃത്സറിൽ വന്ന്, അമൃത്സറിൽ നിന്ന് ഡൽഹിയിൽ വന്ന്, ഡൽഹിയിൽ നിന്ന് ഉത്തർപ്രദേശിലൂടെ ഈ പാട്ടിന് വഴിതാ ഇങ്ങനെ വന്ന് വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്ത, അവിടുന്ന് ഡാക്കയിൽ നിന്ന് ചിറ്റഗോ, എവിടെയാണ് ചിറ്റഗോ. അപ്പൊ അഫ്ഗാനിലെ കാബൂൾ മുതൽ ചിറ്റഗോങ് വരെ ഷെർഷാ സൂരി എന്ന വ്യക്തി നിർമ്മിച്ച റോഡാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്നറിയപ്പെടുന്നത്. അഫ്ഗാനിലെ കാബൂൾ മുതൽ ചിറ്റഗോങ് വരെ ഈ നിർമ്മിച്ച റോഡ് 1947 ഓഗസ്റ്റ് മാസം 14-ാം തീയതി ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ വേർപിരിഞ്ഞ് മാറിയപ്പോൾ അമൃത്സർ എന്ന പഞ്ചാബിലെ എന്ന സ്ഥലം മുതൽ പഞ്ചാബിലെ അമൃത്സർ മുതൽ വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്ത വരെ, പഞ്ചാബിലെ അമൃത്സർ മുതൽ വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്ത വരെ പോകുന്ന ഈ റോഡ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്നറിയപ്പെടുന്നു. ഈ റോഡിന്റെ ദേശീയപാത നമ്പറാണ് NH-19 എന്ന് അറിയാം. അപ്പോ നമ്മൾ പഠിച്ച കാര്യങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയപാത ഏത് എന്ന് ചോദിച്ചാൽ അത് കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെ കടന്നു പോകുന്ന ദേശീയപാത NH-47. പഴയ പേരാണ് NH-7 കടന്നുപോയത് കന്യാകുമാരിയും വാരണാസിയും തമ്മിലായിരുന്നു അത് ബന്ധിപ്പിച്ചിരുന്നത്. എന്നാൽ 1998 അടൽ ബിഹാരി വാജ്പേയി എന്നാണ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി എന്ത് ചെയ്യുന്നത്, ഇന്ത്യയുടെ കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിച്ച്
ബന്ധിപ്പിച്ചും വടക്കിനെയും തെക്കിനെയും ബന്ധിപ്പിച്ചും ഇടനാഴികൾ നിർമ്മിക്കുന്നത്. അതിൽ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയാണ് ഗുജറാത്തിലെ പോർബന്ദർ മുതൽ ആസാമിലെ സിൽച്ചർ വരെ വരുന്നത്. ആ ദേശീയപാതയുടെ നമ്പറാണ് NH-27. ഏറ്റവും പഴക്കം ചെന്ന റോഡ് ഷെർഷാ സൂരി നിർമ്മിച്ച റോഡാണ്. 1540-45 കാലഘട്ടത്തിൽ ഷെർഷാ സൂരി നിർമ്മിച്ച ഈ റോഡ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്നാണ് അറിയപ്പെട്ടത്. പിന്നെ ബ്രിട്ടീഷറിൽ ലോങ് വാക്ക് എന്നൊക്കെ പറഞ്ഞ റോഡ് 47 ഓഗസ്റ്റ് 14 ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ വേർപിരിഞ്ഞപ്പോൾ ആ റോഡ് ഇന്ത്യക്കുള്ളിൽ അമൃത്സർ മുതൽ എവിടെ വരെ വന്നു? വെസ്റ്റ് ബംഗാൾ വരെ വന്നു. ആ റോഡ് അറിയപ്പെടുന്ന പേര് ഏതാണ്? NH-19 എന്നാണ് അറിയപ്പെടുക. അങ്ങനെ ഇരിക്കുകയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ സിറ്റികളെ യോജിപ്പിച്ചുകൊണ്ട് എന്ത് നിർമ്മിക്കുന്നത്? സുവർണ ചതുഷ്കോണം നിർമ്മിക്കുവാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ആ സുവർണ ചതുഷ്കോണം എന്ന ആശയം എത്തുമ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 4 മെട്രോപൊളിറ്റൻ സിറ്റികളെ അതിനുവേണ്ടി സെലക്ട് ചെയ്യുന്നു. അങ്ങനെ തെരഞ്ഞെടുക്കുന്ന ആ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഒന്ന് ഡൽഹി. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊൽക്കത്ത. അടുത്തതാണ് ഏത്? ചെന്നൈ. ഇവിടെ ഒരു നഗരം ഏത്? മുംബൈ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നഗരങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. ഡൽഹിയിൽ നിന്ന് ഒരു ദേശീയപാത ഇവിടെ നിന്ന് എവിടെ വരുന്നു? കൊൽക്കത്തയിൽ വരുന്നു. അവിടെ നിന്ന് ഒരു ദേശീയപാത ഇവിടെ വരുന്നു, ചെന്നൈയിൽ വരുന്നു. അവിടെ നിന്ന് ഒരു ദേശീയപാത മുംബൈയിൽ വരുന്നു. മുംബൈയിൽ നിന്ന് ഒരു ദേശീയപാത ഇവിടെ വരുന്നു, ഡൽഹിയിലേക്ക് വരുന്നു. ഈ 4 സ്ഥലങ്ങളെയും ബന്ധിപ്പിച്ച് വരച്ച ഈ റോഡാണ് സുവർണ ചതുഷ്കോണം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ റോഡ് ഒരു ദേശീയപാതയല്ല, വ്യത്യസ്ത ദേശീയപാതകളാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലേക്ക് വരണം, ഈ സ്ഥലം ഏതാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹി. ഈ കാണുന്ന ന്യൂഡൽഹിയും കൊൽക്കത്തയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ ദേശീയപാതയുടെ നമ്പറാണ് NH-19. നമ്മൾ നേരത്തെ പറഞ്ഞത് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എവിടെ നിന്ന്? അമൃത്സറിൽ നിന്ന് ഡൽഹിയിൽ വന്ന് കൊൽക്കത്തയിൽ വന്ന ആ റോഡിന്റെ നമ്പറാണ് ഇത് NH-19. ആ NH-19 എന്ന റോഡ് തന്നെയാണ് എവിടെ വരുന്നത്? ന്യൂഡൽഹിയിൽ നിന്നും എങ്ങോട്ട് വരുന്നത്? കൊൽക്കത്തയിലേക്ക് വരുന്നത്. അടുത്ത പോയിന്റ് പറയുന്നു, കൊൽക്കത്തയിൽ നിന്ന് ചെന്നൈയിലേക്ക് വരുന്ന ദേശീയപാത നമ്പറാണ് NH-16. അപ്പൊ നമ്മൾ മനസ്സിലാക്കി, ഈ സുവർണ ചതുഷ്കോണത്തിലുള്ള റോഡുകളിൽ ഏറ്റവും ദൈർഘ്യമേറിയ റോഡ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ റോഡാണ്. ഏത്? NH-16. NH-60 എന്ന റോഡാണ് ഏറ്റവും വലിയ റോഡ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റോഡിന്റെ ദൈർഘ്യം എത്രയാണെന്ന് ചോദിച്ചാൽ NH-16 ദൈർഘ്യം എത്രയാണെന്ന് ചോദിച്ചാൽ 1684 കിലോമീറ്റർ. ഇനി ചെന്നൈയിൽ നിന്ന് തുടങ്ങി മുംബൈ വരെ വരുന്ന ഈ റോഡിന്റെ നമ്പറാണ് NH-48. NH-48 നമ്മുടെ മുംബൈയിൽ നിന്ന് തുടങ്ങി ചെന്നൈ വരെ നോക്കുകയാണെങ്കിൽ, എവിടെ നിന്ന് തുടങ്ങി? മുംബൈയിൽ നിന്ന് തുടങ്ങി എവിടെ വരെ നോക്കിയാൽ? ചെന്നൈ വരെ നോക്കിയാൽ അത് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ 1290. അപ്പൊ എത്രയായി? 1290 കിലോമീറ്റർ. സുവർണ ചതുഷ്കോണത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പാതയാണ് NH-48. എവിടെ മുതൽ? ചെന്നൈ മുതൽ മുംബൈ വരെ. ദൈർഘ്യം കൂടിയ പാതയാണ് ഈ പോകുന്നത് ചെന്നൈയിൽ നിന്ന് എവിടേക്ക്? കൊൽക്കത്തയിലേക്ക് പോകുന്ന ഈ റോഡ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കി, ചെന്നൈയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്ന ഈ റോഡിന്റെ നമ്പറാണ് NH-48. മുംബൈയിൽ നിന്ന് ഒരു റോഡ് ഇങ്ങനെ പോയി എവിടെ വന്നിരിക്കുന്നു? ന്യൂഡൽഹിയിൽ വന്നിരിക്കുന്നു. ഈ റോഡിന്റെ നമ്പരും എന്ത് തന്നെയാണ്? NH-48. അപ്പൊ സുവർണ ചതുഷ്കോണം ബന്ധിപ്പിച്ച നഗരങ്ങൾ ഏതൊക്കെയാണ്? സുവർണ ചതുഷ്കോണം ബന്ധിപ്പിച്ച നഗരങ്ങളാണ് മുംബൈ. സുവർണ ചതുഷ്കോണം ബന്ധിപ്പിച്ച നഗരങ്ങൾ അറിയപ്പെടുന്നു. സുവർണ ചതുഷ്കോണം ബന്ധിപ്പിച്ച നഗരങ്ങൾ ന്യൂഡൽഹി, മുംബൈ, ചെന്നൈ, ഏത്? കൊൽക്കത്ത. അപ്പൊ ചെന്നൈയെയും
കൊൽക്കത്തയും ബന്ധിപ്പിക്കുന്ന ചെന്നൈയും കൊൽക്കത്തയും ബന്ധിപ്പിക്കുന്ന ഈ റോഡാണ് NH16. NH16 ഏറ്റവും ദൈർഘ്യം കൂടിയ ദേശീയപാത സുവർണ്ണ ചതുഷ്കോണത്തിൽ NH16 ആണ്. 1684 കിലോമീറ്റർ. സുവർണ്ണ ചതുഷ്കോണത്തിലെ ഏറ്റവും ചെറിയ ദേശീയപാത അത് NH48 ആണ്. ചെന്നൈയിൽ നിന്ന് മുംബൈ വരെയാണ് ദൈർഘ്യം. ആ ദൈർഘ്യം എത്രയാണെന്ന് ചോദിച്ചാൽ 1290 കിലോമീറ്റർ. ആ ദേശീയപാതയുടെ നമ്പർ NH48 എന്നായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളത് ദാ ഇവിടെ മുംബൈയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോകുമ്പോൾ ആ റോഡിന്റെ നമ്പർ എന്ത് തന്നെയാണ്? NH48 എന്നാണ്. തീർന്നിട്ടില്ല. ആ സുവർണ്ണ ചതുഷ്കോണം എന്ന ആശയത്തിൽ നോർത്തേൺ പോർഷനിൽ വരുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സുവർണ്ണ ചതുഷ്കോണം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം നമ്മൾ ഇന്റർനെറ്റിൽ നോക്കുമ്പോൾ 13 എന്ന് കാണും. എന്നാൽ നമുക്കറിയാം SCERT പാഠപുസ്തകം മാറി പുസ്തകത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട് 12 സംസ്ഥാനവും ഒരു കേന്ദ്രഭരണ പ്രദേശവുമാണ്. ശരിയാണ്. കാര്യം 13 സംസ്ഥാനം എന്ന് പറയുമ്പോൾ അവർ ആദ്യം പറയുന്നുണ്ടല്ല ന്യൂഡൽഹി. ന്യൂഡൽഹി എന്താണ്? ഒരു സംസ്ഥാന പദവിയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ന്യൂഡൽഹി. ഇന്ത്യയുടെ തലസ്ഥാനമാണ് ന്യൂഡൽഹി. അപ്പൊ ന്യൂഡൽഹി അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, ഈ സുവർണ്ണ ചതുഷ്കോണത്തിന് വടക്കുള്ള സംസ്ഥാനങ്ങളാണ് 1 രാജസ്ഥാൻ, 2 ഏതാ ഹരിയാന, 2 ഹരിയാന, 3 ഉത്തർപ്രദേശ്, 3 ഉത്തർപ്രദേശ്. അപ്പൊ ആരൊക്കെയാണുള്ളത്? ഒന്നാര രാജസ്ഥാൻ, 2 ഹരിയാന, 2 ഹരിയാന, 3 ഉത്തർപ്രദേശ്. ഇവരെല്ലാം ഉള്ളത് എവിടെയാ? നോർത്ത്. എവിടെയാണ്? നോർത്തേൺ പോർഷനിലുള്ള സുവർണ്ണ ചതുഷ്കോണത്തിലെ സംസ്ഥാനങ്ങളാണ് ആര്? രാജസ്ഥാനും ഹരിയാനയും ഉത്തർപ്രദേശ്. ഇനി സുവർണ്ണ ചതുഷ്കോണത്തിലെ സദേൺ പാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള സംസ്ഥാനങ്ങൾ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റും. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ആന്ധ്രാപ്രദേശ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് എവിടെയാണ്? ഇതിന്റെ പടിഞ്ഞാറുള്ള സംസ്ഥാനങ്ങൾ 2 പേരേ ഉള്ളൂ. ആ പടിഞ്ഞാറുള്ള സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, 1 ഗുജറാത്തും 2 മഹാരാഷ്ട്രയും. പടിഞ്ഞാറുള്ള സംസ്ഥാനങ്ങൾ ആരൊക്കെയാണ്? ഗുജറാത്തും മഹാരാഷ്ട്രയും. അപ്പൊ തെക്കുള്ള സംസ്ഥാനം ഏതൊക്കെയായിരുന്നു? തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്. വടക്കുള്ള സംസ്ഥാനമോ? രാജസ്ഥാൻ, അടുത്തേതാണ് ഹരിയാന, ഉത്തർപ്രദേശ്. ഇനി കിഴക്കുള്ള സംസ്ഥാനങ്ങൾക്ക് എണ്ണം കൂടുതലാണ്. ഒഡീഷയിൽ നിന്ന് വെസ്റ്റ് ബംഗാളിൽ നിന്ന് എന്തിനെ കണക്ട് ചെയ്യുന്നു? ഏതാ? ജാർഖണ്ഡിൽ നിന്ന് ഏത്? ബീഹാർ. അപ്പോൾ എവിടെ? സുവർണ്ണ ചതുഷ്കോണത്തിന് കിഴക്കുള്ള സംസ്ഥാനങ്ങളാണ് ഒഡീഷയുണ്ട്, വെസ്റ്റ് ബംഗാളുണ്ട്, അടുത്തേതാ ജാർഖണ്ഡ് ഉണ്ട്, ഇവിടെ ഏതുണ്ട്? പാട്നയ്ക്ക് വരുന്നത് ബീഹാർ. അപ്പൊ ഇത്രയുമാണ് സുവർണ്ണ ചതുഷ്കോണം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ. 12 കേന്ദ്രഭരണ പ്രദേശം ന്യൂഡൽഹി ഉൾപ്പെടെ 13. അത് കേന്ദ്രഭരണ പ്രദേശം മാറ്റി നിർത്തുമ്പോൾ എത്ര മതി? 12 മതി. അപ്പൊ ഇത്രയും വരെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ കഴിയും. അപ്പൊ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യം കൂടിയ റോഡ് ഏത് എന്ന് ചോദിച്ചാൽ NH44. പഴയ പേരെന്തെന്നറിയപ്പെട്ടു? 7 എന്നറിയപ്പെട്ടു. ഇതറിയപ്പെടുന്നു ഏത്? നോർത്ത്, സൗത്ത്, വടക്ക്, തെക്ക് ഇടനാഴി എന്നറിയപ്പെടുന്നു. അടുത്ത കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയാണ് NH27. ഏറ്റവും പഴക്കമുള്ള ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. അമൃത്സർ മുതൽ എവിടെ വരെ? കൊൽക്കത്ത വരെ. ആ റോഡിന്റെ നമ്പറാണ് NH19. അങ്ങനെ 1998 കാലഘട്ടത്തിൽ സുവർണ്ണ ചതുഷ്കോണം നിർമ്മിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. ആ സുവർണ്ണ ചതുഷ്കോണത്തിൽ ഉൾപ്പെടുന്നതാണ് ഏതൊക്കെ? NH19 ഉണ്ട്. NH19 ബന്ധിപ്പിച്ച എവിടെയാണ്? ന്യൂഡൽഹിയെയും നമ്മുടെ കൊൽക്കത്തയുമാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയുന്നു കൊൽക്കത്തയും ചെന്നൈയും ബന്ധിപ്പിക്കുന്നതാണ് NH16. അത് കഴിഞ്ഞ് ചെന്നൈയെയും മുംബൈയെയും ബന്ധിപ്പിക്കുന്നതാണ് ഏത് സ്ഥലം എന്നറിയപ്പെടുന്നത്? NH48. അത് കഴിഞ്ഞാൽ പിന്നെ പറയുന്നു മുംബൈയെയും ന്യൂഡൽഹിയും ബന്ധിപ്പിക്കുന്നത് NH48 തന്നെയാണ്. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള കാര്യത്തിലേക്ക് പ്രവേശിക്കാം. നോക്കിയേ, ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യയുടെ ഈ കാണുന്ന കോസ്റ്റൽ ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ്? വെസ്റ്റ് കോസ്റ്റും ഈസ്റ്റ് കോസ്റ്റും. ഇന്ത്യയുടെ വെസ്റ്റ് കോസ്റ്റും ഇന്ത്യയുടെ ഈസ്റ്റ് കോസ്റ്റ്.
ഇതിന് സമാന്തരമായി വരുന്ന കേരളം, അതുപോലെ തന്നെ കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഈ മേഖലയിൽ കൂടെ ഒരു ദേശീയപാത കടന്നു പോകണം. അങ്ങനെ കടന്നു പോകാൻ തീരുമാനിക്കുമ്പോൾ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നതാണ് ഇന്ത്യയുടെ വെസ്റ്റ് കോസ്റ്റ് റീജിയനിലൂടെ പോകുന്ന ഈ ദേശീയപാത. കണ്ടോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം കണ്ടോ, കന്യാകുമാരിയിൽ നിന്ന് കേരളത്തിലൂടെ കയറി കർണാടകയിലൂടെ വന്ന് ഗോവയിലൂടെ ഈ റോഡ് എവിടെ പോകുന്നു? മഹാരാഷ്ട്രയിലെ പനവേലിൽ വന്ന് നിൽക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളിലേക്ക് എത്തുകയാണ്. അടുത്തത് പറയുന്നത് വെസ്റ്റ് കോസ്റ്റ് റീജിയനിലൂടെ പോകുന്ന റോഡുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ടോപ്പിക്കിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് എത്താം. സുവർണ ചതുഷ്കോണം കഴിഞ്ഞു, അതുപോലെ തന്നെ ഏതാണ് വടക്ക് തെക്ക് ഇടനാഴി കഴിഞ്ഞു, അതുപോലെ തന്നെ ഏതാണ് കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി പോയി, ഗ്രാൻഡ് ട്രങ്ക് റോഡ് കഴിഞ്ഞു. ഇനി കോസ്റ്റൽ ലാൻഡിലൂടെ കടന്നു പോകുന്ന, തീരസമുദ്രത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയെ കുറിച്ച് നോക്കാം. അപ്പൊ അടുത്തായിട്ട് പറയുന്ന കാര്യത്തിലേക്ക് വന്നേ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ കന്യാകുമാരിയിൽ തുടങ്ങി, നമ്മുടെ തിരുവനന്തപുരം താഴെ ഈ പോയിന്റ് കന്യാകുമാരിയിൽ തുടങ്ങി കേരളത്തിലൂടെ കയറി കർണാടകയിലൂടെ ഗോവയിലൂടെ മഹാരാഷ്ട്രയിലെ പനവേൽ വരെ വന്ന ഈ റോഡിന്റെ നമ്പറാണ് NH 66. NH 66 പഴയ പേരാണ് NH 17. നേരത്തെ നിങ്ങൾ പഠിച്ചൊരു കാര്യം ഓർമ്മയുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയപാത NH 44 അതിന്റെ പഴയ പേരാണ് NH 7. ഇവിടെ കണ്ടോ, കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ ദേശീയപാത, കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ ദേശീയപാതയുടെ നമ്പറാണ് എത്ര? NH 66. അപ്പൊ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ ദേശീയപാത എന്ന് പറഞ്ഞത് NH 66. NH 66 പഴയ പേരെന്താ പറഞ്ഞത്? NH 70. ശരിക്കും എന്താണ് NH 70, എന്താണ് NH 66 എന്ന് പഠിക്കണമെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ദേശീയപാതയെ കുറിച്ച് ധാരണ വേണം. ശരിക്കും തുടങ്ങുന്നത് കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരം വഴി, കൊല്ലം വഴി, ആലപ്പുഴ വഴി എറണാകുളത്ത് വന്ന് ആ വയറ്റിലേക്ക് കഴിഞ്ഞ് എറണാകുളത്ത് ലുല്ലുമാളുള്ള സ്ഥലമുണ്ട്, ഇടപ്പള്ളി. ആ ഇടപ്പള്ളിയിൽ വരുന്ന റോഡ് നമ്മുടെ ലുല്ലുമാളിന്റെ ഫ്രണ്ടിലെത്തുമ്പോൾ അവിടെ നിന്ന് ആ റോഡ് എന്ത് ചെയ്യും? വലത്തോട്ട് നമ്മുടെ നിൽക്കുന്ന ദിശയ്ക്ക് വലത്തോട്ട് തിരിഞ്ഞ് എറണാകുളവും താണ്ടി തൃശ്ശൂര് വഴി ആ റോഡ് ഇങ്ങനെ പോരും. പൊള്ളാച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് സേലം. ഈ സേലം വരെ വന്ന ഈ റോഡിന്റെ നമ്പറാണ് NH 47. അതേ ലുലുമാളിന്റെ അവിടെ നിന്ന് ഈ കാണുന്ന എറണാകുളത്തിന് വടക്ക് നോർത്ത് പരവൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർ, തൃശ്ശൂരുള്ള കൊടുങ്ങല്ലൂരും ഗുരുവായൂരും മലപ്പുറത്തെ പൊന്നാനിക്ക് താണ്ടി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് വഴി അങ്ങ് മംഗലാപുരത്തേക്ക് പോയി അവിടെ നിന്ന് പനവേൽ വരെ പോയപ്പോൾ ആ റോഡിന്റെ നമ്പർ എന്തെന്നായിരുന്നു? 17. കണ്ടോ? അപ്പൊ NH 66 പഴയ പേരാണ് NH 17. NH 17 എവിടെയാണ്? എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ നിന്ന് പനവേൽ വരെ പോയ റോഡാണ് NH 17. എന്നാൽ എവിടെ നിന്നും? നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് ഇടപ്പള്ളി വഴി സേലത്തേക്ക് പോയ കേരളത്തിലെ ആദ്യത്തെ ദേശീയപാതയാണ് NH 47. അങ്ങനെ ഇരിക്കവെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത് സുവർണ ചതുഷ്കോണം നിർമ്മിച്ചു. അതേപോലെ തന്നെ വടക്ക് കിഴക്ക് ഇടനാഴി ഉണ്ടാക്കി, വടക്ക് തെക്ക് ഇടനാഴി ഉണ്ടാക്കി, കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എല്ലാം ഉണ്ടായത് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിലല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് റോഡും ഇവിടെ നിന്ന് താഴേക്ക് റോഡ് വന്നതും, ഇവിടെ നിന്ന് താഴോട്ട് വന്നതും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയതും, ഈ സ്ഥലങ്ങളെല്ലാം പരസ്പരം ബന്ധിപ്പിച്ച് സുവർണ ചതുഷ്കോണം വരച്ചതും ഇതെല്ലാം നമ്മൾ പഠിച്ചുവിട്ടതാണ്. അതിന്റെ ഇടയിൽ അടുത്തതായി പഠിക്കുന്ന വാക്കായിരുന്നു ഏത്? ഈ വെസ്റ്റ് കോസ്റ്റിലൂടെ പോകുന്ന റോഡ്. ആ റോഡ് ഇങ്ങനെ പോകുന്നു. കന്യാകുമാരിയിൽ നിന്ന് പനവേൽ വരെ പോയ ഈ റോഡ്. അത് ശരിക്കും കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയപാതയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയപാതയുടെ നമ്പറാണ് NH 66 എന്നറിയപ്പെടുന്ന നമ്പർ. NH 66 എന്ന നമ്പറിന്റെ പഴയ പേരാണ് NH 17. അത് ഇടപ്പള്ളി. എവിടെ മുതലാണ്?
ഇടപ്പള്ളി മുതൽ അത് എവിടെ മുതലാണ്? ഇടപ്പള്ളി മുതൽ എവിടെ വരെ? പനവേൽ വരെ പോകും. അപ്പൊ നമുക്കറിയാം എവിടെ? എറണാകുളത്ത് ഇടപ്പള്ളി മുതൽ പനവേൽ വരെ പോയ ആ റോഡ് NH17 എന്നറിയപ്പെടുന്നു. കന്യാകുമാരിയിൽ നിന്ന് ഇടപ്പള്ളി വന്ന് സേലത്തേക്ക് പോയ റോഡ് NH47 എന്നറിയപ്പെടുന്നു. 1998 ആ കാലഘട്ടത്തിൽ തന്നെയാണ് അടൽ ബിഹാരി വാജ്പേയി നിർദ്ദേശപ്രകാരം ഇങ്ങോട്ട് ഒരു കോസ്റ്റൽ ലൈൻ റോഡ് വരുന്നത്. അതിനെ ബന്ധപ്പെടുത്തി ഇടപ്പള്ളി എന്ന സ്ഥലത്ത് നിന്നും എന്ത് ചെയ്തു? ഈ റോഡിനെ കന്യാകുമാരിയുമായി യോജിപ്പിച്ചുകൊണ്ട് ഒറ്റ റോഡായിട്ട് വരച്ചപ്പോൾ ആ റോഡിന് കൊടുത്ത പേരാണ് NH66. കന്യാകുമാരി മുതൽ പനവേൽ വരെ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയപാത. അപ്പൊ ഈ റോഡ് മുറിഞ്ഞ സ്ഥലം ഏത്? ഈ കാണുന്ന നമ്മുടെ NH47 മുറിഞ്ഞ ഇടപ്പള്ളിയിൽ തുടങ്ങി ഇവിടെ നിന്ന് വണ്ടി നേരെ എവിടം വരെ പോയി? സേലം വരെ പോയപ്പോൾ ആ റോഡിന്റെ പുതിയ പേരാണ് 544, NH544 എന്ന് അറിയപ്പെടുന്നത്. NH544 പഴയ പേരാണ് എന്ത്? NH47. നമുക്കറിയാം കേരളത്തിൽ ഇവിടെ ഇങ്ങനെ പശ്ചിമാട്ടമുണ്ട്. പശ്ചിമാട്ടം എന്ന പർവ്വതത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ഏത്? ആനമുടിയൊക്കെ സ്ഥിതി എന്ന് പറയൂലേ? ആ ആനമുടിയൊക്കെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ആനമലയ്ക്കും ഈ കാണുന്ന നീലഗിരി എന്ന മലയ്ക്കും ഇടയിലൂടെ കടന്നു പോകുന്നത് ഈ ഗ്യാപ്പ് അറിയപ്പെടുന്ന പേരാണ് പാലക്കാട് ചുരം. പാലക്കാട് ചുരം. ഈ കാണുന്ന പാലക്കാട് ചുരത്തിലൂടെ ഇവിടെയാണ് പാലക്കാട് ചുരം. ഈ ഗ്യാപ്പാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് 544. ഈ 544 പഴയ പേരാണ് 47. ഈ 47മായി ചേർന്ന നമുക്കറിയാം 47A, 47C ഇങ്ങനെ കുറെ റോഡുകളുണ്ട്. ആ റോഡുകൾക്ക് നിലവിൽ കുറച്ച് പേരുകൾക്ക് വ്യത്യാസമുണ്ട്. NH966, NH966A, NH966B എന്ന പേരുകളിലാണ് ആ റോഡുകൾ അറിയപ്പെടുക. നമ്മളത് മനസ്സിലാക്കേണ്ടത് ഇവിടേക്ക് ശ്രദ്ധിച്ചേ. ഈ കാണുന്ന നമ്മുടെ കേരളത്തിൽ ഒരു ദേശീയപാത NH66 മുന്നോട്ട് വരുന്നു. NH66 മുന്നോട്ട് വന്നുകൊണ്ടിരിക്കവേ ആലപ്പുഴയൊക്കെ താണ്ടി ഇവിടെ നിന്ന് ഒരു പാലമൊക്കെ താണ്ടി എറണാകുളം ഇവിടെ എത്തുന്ന സമയത്ത് പണ്ട് 1928 സമയത്ത് റോബർട്ട് ബ്രിസ്റ്റോയ്ക്ക് വന്ന് കൊച്ചി തുറമുഖത്തിന് ആഴം കൂട്ടിയല്ലോ. ആ സമയത്ത് കിട്ടിയ ആ അവസാദങ്ങൾ മൊത്തവും കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിച്ച ദ്വീപ് ഉണ്ടായിട്ടുണ്ട്, വില്ലിംഗ്ടൺ ഐലൻഡ്. അവിടെ നിന്ന് കുണ്ടന്നൂരിലേക്ക് പോകുന്ന ഒരു ദേശീയപാതയുണ്ട്. അതാണ് NH966B. അപ്പൊ കേരളത്തിലെ തന്നെ ഏറ്റവും ചെറിയ ദേശീയപാത, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയപാതയാണ് NH66. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയപാതയാണ് 966B. അപ്പൊ 966B ഏതാണ്? മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ദ്വീപ് ഏതാ ഇവിടെ ഉള്ളത്? വില്ലിംഗ്ടൺ ഐലൻഡ് മുതൽ കുണ്ടന്നൂർ വരെ പോയ റോഡ് NH966B എന്നറിയപ്പെടുന്നു. നമുക്കറിയാം ഈ തുറമുഖം നമ്മളെല്ലാവരും പഠിച്ചു. ഏത് തുറമുഖമാണ്? കൊച്ചി തുറമുഖം. കൊച്ചി തുറമുഖത്തിൽ എന്തുണ്ട്? ഒരു കണ്ടെയ്നർ ടെർമിനൽ ഉണ്ട് അല്ലെ? ഏതാ? വല്ലാർപാടം ടു കളമശ്ശേരി. വല്ലാർപാടം മുതൽ കളമശ്ശേരി വരെ ആയിപ്പോയ റോഡ് അറിയപ്പെടുന്നു NH966A. അപ്പൊ NH966 എന്നറിയാമോ? കോഴിക്കോട്, നമ്മളെ ഈ കോഴിക്കോട് മലപ്പുറം ബോർഡിലെ സ്ഥലമുണ്ട് ഫറൂഖ് അല്ലെ? ആ ഫറൂഖിൽ നിന്ന് പാലക്കാടോട്ട് വരുന്ന ഈ റോഡ് അറിയപ്പെടുന്ന പേരാണ് NH966, NH966 എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയപാതയുടെ പേര് NH66. കന്യാകുമാരി മുതൽ പനവേൽ വരെ. അതിന്റെ പഴയ പേരോ NH17. 17 ആയപ്പോൾ ലുലുവിന്റെ സ്ഥലം ഏതാ? ഇടപ്പള്ളി മുതൽ പനവേൽ വരെ. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയപാത ഏത്? NH47. കന്യാകുമാരിയിൽ നിന്ന് ഇടപ്പള്ളി വന്ന് ഇടപ്പള്ളിയിൽ നിന്ന് സേലം വരെ പോയി. അത് കഴിഞ്ഞാൽ ആ റോഡിന്റെ പുതിയ പേരെന്താ? NH544. ഇനി പറഞ്ഞു ആ മേഖലയിൽ തന്നെ നിലകൊള്ളുന്ന ആ റോഡുമായി, പഴയ റോഡുമായി കണക്ട് ആയ റോഡുകളാണ് 966, NH966A, NH966B. NH966A എന്ന് പറയുമ്പോൾ NH966A എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എവിടെ മുതൽ എവിടെ വരെ പോയ റോഡാണ്? വല്ലാർപാടം മുതൽ കളമശ്ശേരി വരെ. 966B എവിടെ മുതൽ പോയതാണ്? വില്ലിംഗ്ടൺ ഐലൻഡ് മുതൽ കുണ്ടന്നൂർ വരെ. 966 കടന്നുപോയത് എവിടെ കൂടിയാണ്? 966 കടന്നുപോയത് നമ്മുടെ എവിടെ നിന്നും? ഫറൂഖിൽ നിന്ന് പാലക്കാട്. അപ്പൊ ഇത് അറബിക്കടലാണെന്നും ഇത് പശ്ചിമാട്ടമാണെന്നും എല്ലാവർക്കും അറിയാമേ. ഇനി ഞാൻ പറഞ്ഞൊരു കാര്യത്തിലേക്ക് വാ. പശ്ചിമാട്ടം അല്ലേ? നമ്മുടെ പശ്ചിമാട്ടം
ഈ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ, നമുക്ക് ആ പശ്ചിമഘട്ടം നമുക്ക് ഇങ്ങോട്ടൊന്ന് ചിത്രീകരിക്കാമേ. ഇതാ നമുക്ക് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയൊക്കെ വരുന്നത് നമുക്കറിയാം. ദാ ഈ കാണുന്ന പർവ്വതം ഏത് പർവ്വതമാണ്? പശ്ചിമഘട്ടമാണ്. ഈ പശ്ചിമഘട്ടത്തിൽ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയുടെ പേരെന്താണ്? ആനമുടി എന്നല്ലേ? പശ്ചിമഘട്ടത്തിൽ ഏറ്റവും ഉയരമുള്ള ഈ കൊടുമുടിയുടെ പേരെന്താ? ആനമുടി. നമുക്കറിയാം 2695 മീറ്റർ ഉയരമുള്ള ഏറ്റവും വലിയ കൊടുമുടി എവിടെ? ഇടുക്കി ജില്ലയിൽ ദേവികുളത്ത് മൂന്നാറിലേക്ക് സ്ഥിതി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ആനമുടി എന്ന കൊടുമുടി നിൽക്കുന്ന ഈ വലിയ മലയുടെ പേരാണ് ആനമല. ഏത് മലയാണ്? ആനമല. ആനമുടി സ്ഥിതി ചെയ്യുന്ന മലയുടെ പേരാണ് എന്ത് മല? ആനമല. ഈ ആനമല എന്ന മല വികസിപ്പിച്ചെടുത്ത ഈ സുഖവാസ കേന്ദ്രം അറിയപ്പെടുന്ന പേരാണ് മൂന്നാർ. അപ്പൊ നമുക്ക് ഇതാ ഇവിടെ ഇങ്ങനെ ഞാനൊരു വര വരച്ചു കഴിഞ്ഞാൽ ആലോചിച്ചോളാം, ഇത് തീരപ്രദേശമാണ്, ഇത് അറബിക്കടലാണ്. ദാ ഈ കടന്നു പോകുന്ന ദേശീയപാത NH 66 ദാ ഈ സ്ഥലം ഏതാണ്? ഇടപ്പള്ളിയാണ്. ദാ ഇവിടുന്ന് പോണത് സേലത്തോട്ടാണ്. ദാ ഈ കാണുന്ന ചുരത്തിന്റെ പേരാണ് ഏത് ചുരം? പാലക്കാട് ചുരം. പാലക്കാട് ചുരം നിൽക്കുന്ന ആനമലയ്ക്കും നീലഗിരി മലയ്ക്കും മധ്യയാണ്. ദാ ആനമലയ്ക്കും നീലഗിരിക്കും മധ്യേ കാണുന്ന ഈ ചുരം ഏതാ? പാലക്കാട് ചുരമാണ്. ഇതിലൂടെ പോയ ഈ റോഡാണ് NH 544. അതിന്റെ പഴയ പേരാണ് NH 47. നമ്മൾ പഠിച്ചതാണേ. ഇനി നമ്മൾ മനസ്സിലാക്കണം, ഈ ഫോർട്ട് കൊച്ചി എറണാകുളമാണേ. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി നേര്യമംഗലമൊക്കെ താണ്ടി ആ പാലമൊക്കെ താണ്ടി ഈ മലയുടെ താഴെ വരും കേട്ടോ. ഈ സ്ഥലം അറിയപ്പെടുന്ന പേരാണ് ഏതാണ്? നമ്മുടെ അടിമാലി. ഞാൻ പച്ചയെ കൊടുത്തിട്ടുണ്ട്. അടിമാലി വന്നിട്ട് ഈ മലയൊക്കെ ചുറ്റി മൂന്നാറ് വന്ന്, മൂന്നാറിന്ന് ഇരവികുളം വന്ന്, ഇരവികുളത്ത് നിന്ന് ഇവിടെ പോയി മറയൂർ കാന്തല്ലൂരൊക്കെ പോയി അവിടുന്ന് നേരെ മറുവശം പോകും. എങ്ങോട്ട്? തമിഴ്നാട്ടിലെ മധുരയിലേക്ക് പോവാം. അതിന്റെ ഒരു സ്ഥലമുണ്ട് കേട്ടോ, അതിന്റെ പേര് എഴുതിയേക്കാം, ഡോണ്ടി പോയിന്റ്. ഏതാ? ഡോണ്ടി പോയിന്റ്. അപ്പൊ എറണാകുളത്ത് നിന്ന് ഡോണ്ടി പോയിന്റിലേക്ക് പോയ ഈ ദേശീയപാതയുടെ പേരാണ് NH 85. NH എത്രയാണ്? NH 85. NH 85 എന്ന ഈ റോഡ് മല കയറി തുടങ്ങിയ ഈ സ്ഥലം ഏതാ? ഇടപ്പള്ളിയല്ലേ? അപ്പൊ പറയാം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടി സ്ഥിതി ചെയ്യുന്ന മല ആനമലയാ. ആനമല വികസിപ്പിച്ചിരുന്ന സുഖവാസ കേന്ദ്രം മൂന്നാറ്. അതിന്റെ താഴ്വര എന്ന് പറഞ്ഞാൽ നേര്യമംഗലം അടിമാലിയാണെന്നറിയാം. ആനമലയ്ക്ക് വടക്കോട്ടിരിക്കുന്ന മലയാണ് നീലഗിരി മല എന്നറിയാം. ആ രണ്ട് മലയ്ക്കുമിടയിലുള്ള ദേശീയപാതയുടെ പേരാണ് എന്നറിയാം, NH 544 എന്ന് പറയാം. എന്നാൽ ഈ ആനമലയ്ക്ക് തെക്കോട്ട് നിൽക്കുന്ന ഒരു മലയുണ്ട് കേട്ടോ. ആ മലയാണ് ഏത്? ഏലമലകളുടെ നാട് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അത് കുമ്മിളിയാണ്. നമുക്ക് ഈ അടിമാലിയിൽ വന്നാൽ അവിടുന്ന് കുമ്മിളിയിലോട്ട് ഇങ്ങനെ ഒരു ദേശീയപാതയ്ക്ക് പോകാൻ സാധിക്കും. ഈ കാണുന്ന ദേശീയപാതയുടെ നമ്പറാണ് 185. NH 185. നോക്കിയേ, ആ അടിമാലി വരെ വന്ന റോഡ് NH 85. ഇവിടുന്ന് ഇങ്ങനെ അടിമാലി വരെ വന്ന് മൂന്നാറിലോട്ട് പോയ ഈ റോഡ്, അവിടുന്ന് മധുരയിലോട്ട് പോണതാ ഈ റോഡിന്റെ നമ്പർ NH 85 എന്നാണ്. എന്നാൽ ആ മല കയറി തുടങ്ങിയത് നമുക്കറിയാം, കോഴിക്കോടൊന്ന് അടിവാരത്തൊന്ന് കയറൂലേ, അതേപോലെ എവിടെ ഇടുക്കിയിൽ പോയി കയറുന്ന സ്ഥലമാണ് അടിവാരം. അവിടെ നിന്ന് വണ്ടി ഇങ്ങനെ പിടിച്ചതായി ഇവിടെ വന്നങ്ങ് അവസാനിച്ചു. എവിടെയാ വന്ന് അവസാനിച്ചിരിക്കുന്നത്? കുമ്മിളി. ഏലമലകളുടെ നാടായ കുമ്മിളി. ആ കുമ്മിളി വരെ പോയ ദേശീയപാതയുടെ നമ്പറാണ് NH 185. കുമ്മിളി എന്ന് പറയുന്നത് കമ്പം തേനിയിലോട്ടാണ് കേട്ടോ. അപ്പൊ കമ്പം തേനിയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? വണ്ടി ഒന്ന് തിരിച്ചു പിടിക്കാം, മറ്റൊരു മലയിലോട്ട് ഇറങ്ങി വരാം. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ എന്തായി? ഏലമലകളുടെ നാട് കയറ്റുള്ള തേക്കടിയൊക്കെ താണ്ടി വണ്ടിപ്പെരിയാറൊക്കെ താണ്ടി ഇനി എരുമേലി വന്ന്, എരുമേലി റാന്നി പത്തനംതിട്ട വന്ന്, പത്തനംതിട്ട അടൂര് വന്ന്, അടൂരിൽ നിന്ന് എന്താണ് നേരെ കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിൽ വന്ന് അവസാനിക്കുന്ന ഈ റോഡിന്റെ നമ്പറാണ് NH 183A. 183A എവിടെ? കൊല്ലം മുതൽ തേനി വരെ. കൊല്ലം മുതൽ എവിടെ വരെ പോയ റോഡ്? തേനി വരെ പോയ, കമ്പം തേനി വരെ പോയതായി ഈ റോഡ് അറിയപ്പെടുന്ന പേരാണ് NH 183A. അല്ലെങ്കിൽ കാണുമ്പോൾ എവിടം വരെ? വണ്ടിപ്പെരിയാർ. എവിടെ വരെ? വണ്ടിപ്പെരിയാർ വരെ. എവിടെ വരെയാണ്? വണ്ടിപ്പെരിയാർ വരെ. കൊല്ലം മുതൽ വണ്ടിപ്പെരിയാർ വരെ പോയ ദേശീയപാതയാണ് NH 183.
ഇതേ കൊല്ലത്ത് നിന്ന് കൊട്ടാരക്കര വന്ന് കൊട്ടാരക്കര നിന്ന് ഇങ്ങോട്ട് ദിണ്ടിഗല്ലോട്ട് പോയ ദേശീയപാതയുടെ പേരാണ് NH 183. NH 183. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, ആ പറഞ്ഞു തന്ന കാര്യത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ചിത്രം വെച്ച് ചെന്ന് കണ്ടു നോക്കാം. നോക്കുക, ഈ കാണുന്നത് കേരളമാണ്. കേരളം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗം എന്ത് ചെയ്യാം, വിശകലനം ചെയ്യാം. വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അത് നമുക്ക് ഇതൊന്ന് വായിക്കാം. കേരളത്തിന്റെ ഈ വശത്ത് ഇങ്ങനെ നിൽക്കുന്ന പർവ്വതമാണ് ഏത്? പശ്ചിമഘട്ട. ഈ നിൽക്കുന്ന കടലാണ് ഏത് കടൽ? അറബി കടൽ. ഈ പോകുന്ന റോഡാണ് NH 66. ഈ നിൽക്കുന്ന സ്ഥലമാണ് ലുല്ലുമാളുള്ള സ്ഥലം. ഈ ലുല്ലുമാളുള്ള സ്ഥലത്ത് നിന്നും വണ്ടി ഇങ്ങനെ പിടിച്ച് ഈ പാലക്കാട് ചുരത്തിലൂടെ എന്ത് ചെയ്തു, സേലത്തോട്ട് പോയപ്പോൾ ഈ കാണുന്നത് എന്തായി? NH 544. അപ്പൊ ഇവിടെയുള്ള ഈ മലയുടെ പേരാണ് നീലഗിരി മല. ഇവിടെ ഈ ഇടുക്കിലോട്ട് നിൽക്കുന്ന ഈ മലയുടെ പേരാണ് ആനമല. ആനമല കഴിഞ്ഞിട്ട് ഇടുക്കി വരയ്ക്കുന്ന മലയുടെ പേരാണ് ഏലമല. ഏലമല കഴിഞ്ഞതാ ഈ നിൽക്കുന്ന കൊടുമുടിയുടെ പേരാണ് ആനമുടി. അപ്പൊ നമ്മൾ അങ്ങോട്ട് കയറിപ്പോയതാ ഈ കാണുന്ന ചുരമാണ് NH 85 എറണാകുളം മധുര. ആ പോകുന്ന വഴിയിൽ എന്ത് ചെയ്തു, ആ ചുരം കയറി തുടങ്ങുന്ന വേളയിൽ അടിമാലി എന്ന സ്ഥലത്ത് നിന്നും ഏലമലകളുടെ നാടായി കുമളിയിലേക്ക് പോയ റോഡാണ് NH 185. ആ റോഡ് തേനിയിലേക്ക് പോയാൽ തേനിയിൽ നിന്ന് വണ്ടിപ്പെരിയാർ വന്ന് വണ്ടിപ്പെരിയാറിൽ നിന്ന് കൊല്ലത്ത് വരാം. അപ്പാറം നമ്പറാണ് 183A. കൊല്ലം കൊട്ടാരക്കരയിൽ നിന്ന് വന്ന് വണ്ടി ദിണ്ടിഗലിലോട്ട് പോകുമ്പോൾ ആ നമ്പർ 183. അപ്പൊ ആ കൃത്രിമമായി ഉണ്ടാക്കിയ ദീപേത വെല്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് കുണ്ടന്നൂരിലോട്ട് പോയപ്പോൾ റോഡിന്റെ നമ്പർ 966B. അത് കഴിഞ്ഞാൽ അടുത്ത പറഞ്ഞു ഏതാണ്, നമ്മളെ കണ്ടെയ്നർ ടെർമിനൽ വല്ലാർപാടത്ത് നിന്ന് കാമ്പശ്ശേരിയിലോട്ട് പോയപ്പോൾ 966A. കോഴിക്കോട് ഫറൂഖിൽ നിന്ന് പാലക്കാടോട്ട് വന്നപ്പോൾ റോഡിന്റെ നമ്പർ 966. അപ്പൊ 966 ആയി, 966A ആയി, 966B ആയി, NH 183A ആയി, NH 183 ആയി. പിന്നെ എന്താ പറയുന്നത്, NH 85 ആയി, NH 185 ആയി. ഇനി NH 66 കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയപാതയായി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വയനാട് ചുരമില്ലയോ, കോഴിക്കോട് വയനാട് മുത്തങ്ങ വന്ന് എന്ത് ചെയ്യുന്നത് മൈസൂരിലേക്ക് പോണ ആ റോഡിന്റെ നമ്പർ NH 766. കേരളത്തിലെ ഏറ്റവും വലിയ ചുരമില്ലേ പാലക്കാട് ചുരം, ആ ചുരത്തിലൂടെ പോയ റോഡിന്റെ നമ്പർ NH 544 ഇടപ്പള്ളി സേലം. മറ്റേതാ കോഴിക്കോട് മുതൽ എവിടെ വരെ? മൈസൂർ വരെ. ഇതെവിടെ മുതൽ? ഇടപ്പള്ളി മുതൽ സേലം വരെ. അപ്പൊ ബോഡി നായ്ക്കൽ ചുരത്തിലൂടെ പോയ നമ്പരോ NH 85. എവിടെ മൂന്നാർ പോയത്? ഈ പോണ റോഡ് മൂന്നാർ പോയ അത് ഏതാ? നേരെ ഡോണ്ടി പോയിന്റ് മധുരയിലേക്ക് പോയി. ഇനി നമ്മളെ കൊല്ലത്തൂടെ കടന്നു പോകുന്ന റോഡുണ്ട്, ആര്യങ്കാവ് ചുരം കൊല്ലം തിരുമംഗലം. കൊല്ലത്തിലൂടെ ചെങ്കോട്ട തെങ്കാശി വന്ന് തിരുമംഗലത്തേക്ക് പോകുന്ന ആ റോഡ് NH 744. കേരളത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ എന്ത് ചെയ്യുക, തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. ആദ്യം പറഞ്ഞു ഏതാണ്? ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ദേശീയപാതയെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ പറഞ്ഞ കാര്യം എന്ത് ചെയ്യാം, റിവൈൻഡ് ചെയ്ത് വരാം. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ദേശീയപാതകളെ കുറിച്ചാണ്. ദേശീയപാതകളെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയപാതയെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ഈ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി എവിടെ വരെ? ശ്രീനഗർ വരെ വരുന്ന ഈ റോഡിനെ കുറിച്ച് പറഞ്ഞു. ആ റോഡിന് ഒരു നമ്പർ പറഞ്ഞു തന്നായിരുന്നു, ഏതാ? NH 44. അതിന്റെ പഴയ പേര് NH 7 ആണെന്ന് പറഞ്ഞു തന്നു. NH 7 എന്ന് വെച്ചത് ഉത്തർപ്രദേശിലെ കന്യാകുമാരി വരെയാണ്, വാരണാസി വരെയാണെന്ന് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഏതാണ്?
ഈ റോഡിന് മറ്റൊരു പേരുണ്ട് വടക്ക് തെക്ക് കോറിഡോർ, ഇടനാഴി എന്നാണ്, വടക്ക് തെക്ക് ഇടനാഴി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി ഇവിടെ ഒരു സ്ഥലമുണ്ട്, അതാണ് ഏതാ സിൽച്ചർ എന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ പോർബന്ദർ വരെ ഇങ്ങനെ വരച്ച് വിട്ടാൽ ഇതാണ് കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി. ഇത് അറിയപ്പെടുന്ന നമ്പറാണ് NH 27 നമ്മൾ പറഞ്ഞു നിർത്താണ്. ഇനി 1998 കാലഘട്ടത്തിൽ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കവേ തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അന്ന് സുവർണ്ണ ചതുഷ്കോണം നിർമ്മിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. നമുക്കറിയാം എവിടെ മുതൽ ഈ കാണുന്ന ഇവിടെ മുതൽ നമ്മുടെ ന്യൂഡൽഹിയിൽ നിന്ന് തുടങ്ങി അവിടെ നിന്ന് എവിടെ കൊൽക്കത്തയിൽ നിന്ന് ചെന്നൈയിൽ വന്ന്, ചെന്നൈയിൽ നിന്ന് മുംബൈയിൽ നിന്ന് ഇങ്ങനെ പോയ ഈ റോഡ് സുവർണ്ണ ചതുഷ്കോണം. അതിന്റെ നമ്പറുകൾ നോക്കിയേ, NH 16. ഇവിടെ നോക്കുമ്പോൾ ഏതായി NH 19 NH 19 എന്ന് വെച്ചാൽ പണ്ടത്തെ ഗ്രാൻഡ് ട്രെയിൻ റോഡിന്റെ നമ്പറാണ്. ഇനി മനസ്സിലാക്കേണ്ടതാ, ഇവിടെ നോക്കുമ്പോൾ NH 48 എന്നായിരുന്നു ആ റോഡിന്റെ നമ്പർ. ഇവിടെ നോക്കുമ്പോൾ NH 48 എന്നാണ് റോഡിന്റെ നമ്പർ. അപ്പൊ പറഞ്ഞാലും ഒന്നുകൂടെ പറയുന്നു, കന്യാകുമാരി മുതൽ ഇവിടെ വരെ ശ്രീനഗർ വരെ പോയ റോഡ്, പോർബന്ദറിൽ നിന്ന് ഇവിടെ വന്ന റോഡ്, നമ്മുടെ സിൽച്ചർ വരെ വന്ന റോഡ്. അടുത്ത പറയുന്നു ചെന്നൈയിൽ നിന്ന് കൊൽക്കത്ത വരെ വന്ന NH 16 ആണ് ഗ്രാൻഡ് ട്രെയിൻ റോഡിന്റെ ഏറ്റവും വലിയ റോഡ്. 1684 1684 കിലോമീറ്റർ ദൈർഘ്യം. സുവർണ്ണ ചതുഷ്കോണത്തിലെ ഏറ്റവും ചെറിയ റോഡ് 1290 കിലോമീറ്ററുള്ള NH 48 ആണെന്ന് പഠിപ്പിച്ചു. അതിനുശേഷം പറഞ്ഞു ഈ മുംബൈയെയും ഡൽഹിയെയും ബന്ധിപ്പിക്കുന്ന സുവർണ്ണ ചതുഷ്കോണത്തിന്റെ ദേശീയപാതയുടെ നമ്പരും എത്ര തന്നെയാണ്? NH 48 തന്നെയാണ്. എന്നാൽ ഈ പറയുന്ന സുവർണ്ണ ചതുഷ്കോണം കടന്നു പോകുന്നത് നമ്മൾ പാഠപുസ്തകം ബേസ് ചെയ്ത് പറഞ്ഞാൽ 12 സംസ്ഥാനം ഒരു കേന്ദ്രഭരണ പ്രദേശവുമാണ്. ഇത് ഉൾപ്പെടുത്തിയാണ് നെറ്റിൽ 13 എന്ന് കാണിക്കുന്നത്. അപ്പൊ അതിന് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ന്യൂഡൽഹി കേന്ദ്രഭരണ പ്രദേശമാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഈ കാണുന്ന സുവർണ്ണ ചതുഷ്കോണത്തിന് വടക്കുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 3 ആണ്. ആ 3 സംസ്ഥാനങ്ങൾ ഇവിടേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാണുന്ന സംസ്ഥാനങ്ങളാണ്, ഈ കാണുന്ന ന്യൂഡൽഹിക്കടുത്തുള്ള ഈ സംസ്ഥാനങ്ങളാണ്. ഈ കാണുന്ന സംസ്ഥാനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്? രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഹരിയാന. ഇത് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ വശത്ത് കാണപ്പെടുന്നതാണ്, പടിഞ്ഞാറ് വശത്ത് കാണപ്പെടുന്ന സംസ്ഥാനമാണ് ഗുജറാത്തും മഹാരാഷ്ട്രയും. തെക്ക് വശത്തേക്ക് വരുമ്പോൾ കാണപ്പെടുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശും. കിഴക്കോട്ട് പോകുമ്പോൾ കാണപ്പെടുന്നതാണ് ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. ഈ കാണുന്ന ജാർഖണ്ഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾ. അങ്ങനെ സംസ്ഥാനങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു. പിന്നെ വടക്ക് കിഴക്ക് ഇടനാഴിയെ കുറിച്ച് പറഞ്ഞു. വടക്ക് കിഴക്ക് ഇടനാഴിയെ കുറിച്ച് പറഞ്ഞതിനോടൊപ്പം തന്നെ കോസ്റ്റൽ ലാൻഡിൽ വരുന്ന മേഖലയെ കുറിച്ച് പറഞ്ഞു. പറഞ്ഞപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയപാതകളെ കുറിച്ചും മറ്റു കാര്യങ്ങളും എല്ലാം പറഞ്ഞു. കാണപ്പെടുന്ന പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമായ പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോയ ദേശീയപാതയാണ് NH 544 എന്ന് പറഞ്ഞു. ഏറ്റവും ഉയരമുള്ള റോഡിലൂടെ കടന്നുപോയ ഏതിനെ കുറിച്ച്? നമ്മുടെ താമരശ്ശേരി ചുരത്തെ കുറിച്ച് പറഞ്ഞു. താമരശ്ശേരി ചുരത്തിന്റെ നമ്പറിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മൾ ആ കേരളത്തിലെ ഒട്ടുമിക്ക ചുരങ്ങളെ കുറിച്ചെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് 544 ഏതാണ്? പാലക്കാട് ചുരം. 544 744 നിൽക്കുന്നത് ഏതാണ്? നമ്മുടെ ആര്യങ്കാവ് ചുരമാണ്. 766 താമരശ്ശേരി ചുരമാണ്. 85 എന്നത് ബോഡി നായിക്കനൂർ ചുരമാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ ആൻഡമാനിലെ പോർട്ട് ബ്ലെയർ എന്ന സ്ഥലത്ത് ഒരു ദേശീയപാതയുണ്ട്. അതിന്റെ പേരാണ് NH 4. പണ്ടതറിയപ്പെട്ടിരുന്നത് NH 223 എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഏകദേശം 330 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഈ റോഡ് ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നറിയപ്പെടുന്നു. നമുക്കറിയാം ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ തലസ്ഥാനമാണ് പോർട്ട് ബ്ലെയർ. സൗത്ത് ആൻഡമാനിനോട് ചേർന്ന ആൻഡമാനിലെ പോർട്ട് ബ്ലെയർ എന്ന സ്ഥലം നമുക്കറിയാം 13ാമത്തെ മേജർ തുറമുഖം വരുന്ന, സെല്ലുലാർ ജയിൽ വരുന്ന, അതുപോലെ തന്നെ ഈ പറയുന്ന വീർ സവർക്കർ വിമാനത്താവളം വരുന്ന ആൻഡമാൻ നിക്കോബാറിലുള്ള ദേശീയപാത NH 4 എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്നതിനെ കുറിച്ചാണ്, റോഡ് ഗതാഗതത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് വന്നത്. അപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നാഷണൽ ഹൈവേ NH എന്ന റോഡ് നിർമ്മിക്കുന്ന ഏജൻസിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി.
എന്ന് നമുക്കറിയാം. നമ്മുടെ കേരളത്തിലെ സംസ്ഥാന പാതകൾ നിർമ്മിക്കുന്നത് PWD, പൊതുമരാമത്ത് വകുപ്പ്. നമുക്കറിയാം മുഹമ്മദ് റിയാസ് ഒക്കെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന, ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാന റോഡുകൾ 3 തരമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. NH നാഷണൽ ഹൈവേകളുണ്ട്, നാഷണൽ ഹൈവേ അതോറിറ്റി ഉണ്ട്, സ്റ്റേറ്റ് ഹൈവേകളുണ്ട്, അത് PWD ആണ് നിർമ്മിക്കുന്നത്. പിന്നെ എന്തുണ്ട്? ഗ്രാമ റോഡുകളുണ്ട്, ഗ്രാമീണ റോഡുകളുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന റോഡുകളാണ് ഏത്? ഗ്രാമീണ റോഡുകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖല അറിയപ്പെടുന്ന പേരാണ് ഗ്രാമീണ റോഡുകൾ. ഈ ഗ്രാമീണ റോഡുകൾ എടുക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് NH എന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയും ഈ സംസ്ഥാന പാത എന്നത് PWDയും ഗ്രാമ റോഡുകൾ നിർമ്മിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഇന്ത്യയിലെ എല്ലാ ഇടറോഡുകളെയും മുഖ്യധാരാ റോഡുകളുമായി ബന്ധിപ്പിച്ച സംസ്ഥാനമാണ് ഇത്? കേരളം. എന്നാൽ കേരളത്തിൽ ഏതാണ് ഏറ്റവും വലിയ സംസ്ഥാന പാത ഏതാണെന്ന് ഒരു കുട്ടി ചോദിച്ചാൽ, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയപാത ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയപാത NH-66 ആണെന്ന് പറഞ്ഞു. അതേപോലെ കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാത ഏതെന്ന് ചോദിച്ചാൽ PWD ആണ് നിർമ്മിക്കുന്നത്. SH-1 ആണ്. ഏറ്റവും സംസ്ഥാന പാതയുള്ള സംസ്ഥാന ജില്ല, കേരളത്തിലെ ജില്ലയാണ് ഏത്? കോട്ടയം ജില്ല. കേരളത്തിലെ ജില്ലയുടെ പേരെന്താണ്? ജില്ല അറിയപ്പെടുന്ന പേരെന്താ? കോട്ടയം ജില്ല. കേരളത്തിലെ ഏറ്റവും ദേശീയപാതകൾ NH കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാ? എറണാകുളത്തും. അത് കുറവുള്ളത് എവിടെയാ? വയനാടുമാണ്. എന്നാൽ സംസ്ഥാന പാതകൾ PWD ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? നിർമ്മിച്ചത് എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. നമുക്കറിയാം കോട്ടയം ഇടുക്കി ജില്ലയിലെ കുമിളി, ആ റോഡാണ് എന്ത്? ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് എന്ന് നമുക്കറിയാം. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, തിരുവനന്തപുരം ജില്ലയിലെ ഇവിടെ നിന്ന് വടക്ക് ഇങ്ങനെ ഇറങ്ങി വന്ന NH-66 എന്ന റോഡ് ആലപ്പുഴയും കൊല്ലമൊക്കെ കഴിഞ്ഞ് ഇനി കേശവദാസപുരം എന്ന ഒരു ആൽമരമൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഇവിടെ നിന്ന് ഈ വെമ്പായം കിളിമാനൂരൊക്കെ പിടിച്ച് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയൊക്കെ പിടിച്ച് റോഡ് ഇങ്ങനെ അടൂര് വഴി കോട്ടയത്ത് വന്ന് കോട്ടയം ഏറ്റുമാനൂർ വഴി എവിടെ വന്നിറങ്ങും? എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ വന്നിറങ്ങും. അപ്പൊ എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ വന്നിറങ്ങുമ്പോൾ എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലേക്ക് വരുമ്പോൾ ആ ചിത്രം ഒന്നുകൂടെ വ്യക്തമായി കാണിക്കുന്നു. ഈ റോഡ് പോയിരിക്കുന്നത് ഇവിടെ നിന്നാണ്. മരം കാണുന്ന സ്ഥലം ഏതാ? കേശവദാസപുരമാണ്. ആ കേശവദാസപുരത്ത് നിന്നും റോഡ് ഇങ്ങനെ ആരംഭിച്ച് എവിടെ നിന്നാണ്? കൊല്ലം, കൊട്ടാരക്കര, അടൂരൊക്കെ വന്ന് അവിടുന്ന് കോട്ടയൊക്കെ വന്ന് അവിടുന്ന് എറണാകുളത്ത് എവിടെ? മൂവാറ്റുപുഴയെ കഴിഞ്ഞ് ഇവിടെ എത്തും? ആ കാണുന്ന അങ്കമാലി എന്ന സ്ഥലത്തെത്തും. ഈ റോഡ് ശരിക്കും പണ്ടറിയപ്പെട്ടത് SH-1 എന്നല്ല. ഏറ്റവും വലിയ സംസ്ഥാന പാതയുടെ പേരാണ് കേട്ടോ SH-1. കേശവദാസപുരം മുതൽ അങ്കമാലി വരെയുള്ള ഈ റോഡ്. ഇത് പണ്ടറിയപ്പെട്ടത് MC, മെയിൻ സെന്റർ റോഡ് എന്നാണ് അറിയപ്പെട്ടത്. ഇത് നിർമ്മിച്ചൊരു വ്യക്തിയുടെ പേരാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. കേശവദാസപുരം രാജാ കേശവദാസ് അന്ന് 240 കിലോമീറ്റർ തിരുവനന്തപുരത്തുള്ള ഇവിടെ ഈ കാണുന്ന കേശവദാസപുരത്തെയും അങ്കമാലിയും ബന്ധിപ്പിച്ച് മിഡ്ലാൻഡിലൂടെ നിർമ്മിച്ച ഈ റോഡാണ് ഏതെന്നറിയപ്പെടുന്നത് SH-1 പഴയ MC റോഡ്. ഈ റോഡിന് തുല്യമായി തന്നെ ഈ കൊല്ലം ജില്ലയിൽ മലയോര മേഖലയ്ക്ക് താഴെ ഒരു സ്ഥലമുണ്ട്, പുനലൂരിൽ നിന്ന് പത്തനംതിട്ട റാന്നിക്കോന്നി എരുമേലിക്ക് കയറി വണ്ടി ഇങ്ങനെ പോകും. ഇവിടെ വന്ന് കോട്ടയം ജില്ലയിൽ നിന്ന് എറണാകുളത്ത് മൂവാറ്റുപുഴയിൽ വന്നിറങ്ങുന്ന റോഡുണ്ട്. ആ റോഡിന്റെ പേരാണ് എന്നറിയപ്പെടുന്നത് SH-2. അപ്പൊ ഏറ്റവും കൂടുതൽ സംസ്ഥാന പാതയുള്ള ഏതാണ്? ജില്ലയാണ് കോട്ടയം ജില്ല. ഏറ്റവും ദേശീയപാതയുള്ള ജില്ലയാണ് എറണാകുളം ജില്ല. ഇത് കുറവുള്ള ജില്ലയാണ് വയനാട് ജില്ല. ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡാണ് കോട്ടയം കുമിളി റോഡ്. ഇനി ഞാൻ പറഞ്ഞു ഏറ്റവും വലിയ സംസ്ഥാന പാതയാണ് SH-1 എന്നറിയപ്പെടുന്നത്. ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാന പാതയാണ് SH-2 എന്നറിയപ്പെടുന്നത്. SH-2 പുനലൂർ മുതൽ എവിടെ വരെയാണ്? നമ്മുടെ അങ്കമാലി വരെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ എല്ലാ പോക്കറ്റ് റോഡുകളെയും ഇടറോഡുകളെയും മുഖ്യധാര റോഡുകളുമായി ബന്ധിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് ഏത്? കേരളം. നമുക്കറിയാം ഏതാണ് ഇലക്ട്രിക് ബസ് സംവിധാനം വന്ന നഗരങ്ങൾ, കേരളത്തിലെ ആദ്യത്തെ നഗരത്തിലൊന്നാണ് ഇത് തിരുവനന്തപുരം എന്ന നഗരം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ് ഈ റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടത് ഏതിനെ കുറിച്ചാണ്? ജലഗതാഗതത്തെ കുറിച്ചും വ്യോമഗതാഗതത്തെ കുറിച്ചുമാണ്. വിനോദയുടെ ഇന്നത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക്
ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. തുടർന്നും അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം.